ഹലോ ഗേയ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു വൈകുന്നേരം ഒരു യാത്രയാണ്. നല്ല തണുപ്പും കാറ്റും കൊണ്ട് ഒരു വൈകുന്നേരം സവാരി നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനും ചേച്ചിയും ഇങ്ങനെ പോകുന്നത്. പിന്നെ ജസ്റ്റ് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് വൈകുന്നേരം നമ്മൾ ഒരു 6 മണി സമയത്ത് പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കുറ്റിക്കോൽ, മുന്നാട്, പള്ളർത്തുംകാല്, വേടെടുക്ക ഇങ്ങനെ കറങ്ങി അതിലേ കൂടിയാണ് നമ്മുടെ വൈകുന്നേരത്തെ യാത്ര. അപ്പോൾ കാത്തൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വൈകുന്നേരം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. കണ്ടല്ലോ, അത്രയധികം തിരക്കൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് ഈ സ്ഥലം. തെങ്ങിൻ തോപ്പുകളും കാടുകളും കുറേ മരങ്ങളും വീടുകളും അല്ലേ, നിങ്ങൾ കാണുന്ന പോലെ തെങ്ങുകളും ഒരുപാട് വാഹനങ്ങളും കുറേ ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മുടെ യാത്ര. ചേച്ചിയാണ് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ ടൈം കിട്ടി. നല്ല രസമാണ്, നല്ല രസം. അതുപോലെ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഡിസംബർ മാസമായതുകൊണ്ട് നല്ല തണുപ്പല്ലേ. വൈകുന്നേര സമയങ്ങളിൽ ഒരു 4-5 മണിയാകുമ്പോഴേക്കും നല്ല തണുപ്പാണ്. ഇത് മലയോര മേഖല ആണ്, അപ്പോൾ തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ മെല്ലെ നമ്മൾ വീടാൻ കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി. ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അവൾ സാധനങ്ങളെല്ലാം വീടിനകത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ താക്കോല് എടുത്ത് വീട് തുറക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് പോയി. അപ്പോൾ കണ്ടല്ലോ, ഇത് വേടെടുക്കാവുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ട് അങ്ങനെ ഇവിടെയെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വാതിലൊക്കെ തുറന്ന് അകത്ത് കയറാനുള്ള പ്ലാനാണ്. ആരുമില്ല വീട്ടിൽ. ചേച്ചി സാധനങ്ങൾ, ചോറ് എല്ലാം കൊണ്ടുവെക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കും അകത്തേക്ക് കയറാം അല്ലേ ഗൈസ്. ഇതാണ് ചേച്ചിയുടെ വീട്. ഇത് ഹാളാണ്, ചെറിയൊരു പൂജാമുറിയാണിത്. റൂമൊന്നും തുറന്നില്ല. നേരെ അടുക്കളയിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ചേച്ചിയുടെ കിച്ചൺ. പുറത്തും അകത്തായി 2 കിച്ചണുണ്ട്. നല്ല ഭംഗിയുണ്ട് അവളെ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട്. വീടും അതിമനോഹരമാണ്. ഇപ്പോഴും കുറേ പണിയൊക്കെ എടുത്തിട്ട് 2-3 മുറി പുറത്തും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആയി ഇങ്ങോട്ടേക്ക് വരാതെ, അപ്പോൾ ഇതും കൂടി കാണാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ടല്ലോ ഗെയ്സ്. അപ്പോൾ ഇതാണ് വീട്. ഇനി ഞങ്ങൾക്ക് വീണ്ടും മടങ്ങണം വീട്ടിലേക്ക്. എൻ്റെ വീട്ടിലേക്ക്, അമ്മയുടെ അടുത്തേക്ക് വീണ്ടും ഞങ്ങൾക്ക് മടങ്ങാനുണ്ട്. അങ്ങനെ മടങ്ങാൻ വേണ്ടി ഇപ്പോൾ വാതിലൊക്കെ പൂട്ടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ആണ് ചേച്ചി പറഞ്ഞത് കമ്മലും മാലയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ തരാമെന്ന്. അങ്ങനെ അവൾ ഉപയോഗിക്കാത്ത കുറേ കമ്മലും മാലയെല്ലാം അവൾ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മലും മാലയൊക്കെ. അപ്പോൾ പലതരത്തിലുള്ള കമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തിറങ്ങി, ഞാൻ പുറത്തുണ്ട്, അവളകത്ത് എനിക്ക് മാലയും കമ്മലും എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗീസ്. അപ്പോൾ പൂച്ചെടിയൊക്കെ അവളെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതാ കുറേ നട്ടു, കുറേ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞു. അവൾ കമ്മൽ, മാല എല്ലാം കൊണ്ടുവന്ന് ബാഗ് ഉത്സവത്തിന് എടുത്തു പോലും. അപ്പോൾ എനിക്ക് തന്നു ഇതെല്ലാം. ഒരു 4 കമ്മലുണ്ട്, റെഡ് കളറും വൈറ്റ്
വൈറ്റും ആയിട്ടുള്ളത്, നല്ലൊരു ഭംഗിയുള്ളൊരു കല്ല വെച്ച മാല, ബാഗ്, കറുത്തതും സ്വർണ്ണ കളറായ കമ്മൽ, പിന്നെ പലതരത്തിലുള്ള ഒരു കമ്മൽ, നല്ല രസമുണ്ട്. അതുപോലെ വേറൊന്നും കൂടി ഉണ്ട്, എടുത്ത് വെക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് കളറും സ്വർണ്ണ കളറായിട്ടുള്ള ഒരു കമ്മലും കൂടി, നല്ല സുഖം കണ്ടല്ലോ. ഞാൻ ഇന്ന് വെച്ച് വെക്കുന്നുണ്ട്, എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇഷ്ടപ്പെട്ടല്ലോ ഗെയ്സ്? നിങ്ങൾക്കും കുറേ നല്ലുണ്ട്. അപ്പം എല്ലാം ബാഗിൽ വെച്ചിട്ട് നമ്മൾ മടങ്ങണം. പെട്ടെന്ന് തന്നെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ വീട്ടിലേക്ക് എത്തണം. അപ്പം ഞങ്ങൾ വീടെല്ലാം പൂട്ടി മടങ്ങാൻ വേണ്ടി റെഡിയായി, ഹെൽമറ്റൊക്കെ വെച്ചു. ചേച്ചി വീണ്ടും ഞാൻ വണ്ടി എടുക്കാമെന്ന് വെച്ചിട്ട് അവൾ വണ്ടി എടുത്തു, ഗേറ്റൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി. ഞാൻ ഗേറ്റ് പൂട്ടി, അവൾ വണ്ടി മെല്ലെ എടുത്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്, തിരിച്ച് കുറ്റിക്കൊല്ലേക്ക് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന്. അപ്പോൾ പോകുമ്പോൾ അവൾ പറഞ്ഞു കുറച്ച് രാവിലേക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ വാങ്ങണം, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വാങ്ങാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വേടകം വഴി മുന്നാട് വഴി ഇങ്ങനെ പളത്തങ്കാലൊക്കെ എത്തി. അവിടെ നിന്ന് പച്ചക്കറി വാങ്ങാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ യാത്ര തുടരുകയാണ്. എന്ത് രസമല്ലേ ഗൈസ്? യാത്ര എപ്പോഴും ഒരു സുഖകരമായ ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് അല്ലേ? എത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നാട് വഴി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് റെക്കോർഡാക്കാൻ ബുദ്ധിമുട്ടാണ്, എന്താ വെച്ചാൽ ഭയങ്കര കാറ്റും പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഫോൺ സൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് റെക്കോർഡ് പിന്നെയാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ആക്കിയത് തന്നെ. ഓക്കെ, അപ്പോൾ നല്ല ഇരുട്ടായി, നല്ല തണുപ്പ്, കിടുകിടുകിടാ വിറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി പച്ചക്കറി പീടികയുടെ അടുത്ത് എത്താറായി ഗീസ്. കണ്ടല്ലോ, ജനം കുറച്ച് ആൾക്കാരേ ഇല്ലല്ലേ ടൗണിലൊക്കെ, അല്ലെങ്കിൽ എപ്പോഴും സന്ധ്യയാകുമ്പോഴേ ആൾക്കാരുണ്ടാവലുണ്ട്. ഇപ്പോഴെല്ലാം തണുപ്പായതുകൊണ്ടായിരിക്കും എല്ലാവരും നേരത്തെ വീട്ടിലേക്ക് മടങ്ങുന്നത്. ലൈറ്റിങ്സും എന്ത് മനോഹരമായ കാഴ്ചയല്ലേ ഗൈസ്? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ പച്ചക്കറി പീടികയുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ കുറ്റിക്കോല് ചേച്ചിയുടെ വണ്ടി സർവീസിന് വെച്ചിട്ടുണ്ടായിനി, അപ്പോൾ അത് ഞാനെടുത്തു. ചേച്ചി എൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി ഗൈസ്. ഇപ്പുറം റെഡ് കളർ അത് അനിയത്തിയുടെ വണ്ടി, ഇത് ചേച്ചിയുടെ വണ്ടി, അവൾ കൊണ്ടുവന്നത് എൻ്റെ വണ്ടി. അങ്ങനെ ഇത് പുതിയതാണ്, ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ് അവിടെ വണ്ടി. സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി. അമ്മേനെ കാണുന്നില്ല, മോനുണ്ട് കളിക്കുന്നുണ്ട്. അമ്മ അടുക്കളയിലായിരിക്കും ഗെയ്സ്, നമ്മൾ വന്നതേ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറുന്നു. അമ്മ വീണ്ടും അങ്ങോട്ട് അടുക്കളയിലായിരിക്കും, എല്ലാവരും ഫോണിൽ മുഴുകിയിട്ടുണ്ട്. അമ്മ ഇതെന്തെന്ന് വാങ്ങിയതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരെ അടുക്കളയിൽ സാധനങ്ങളെല്ലാം വെച്ചു, എല്ലാം റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മളെ വൈകുന്നേരത്തെ പരിപാടി, ചേച്ചി സാധനം എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം രാത്രിയിലേക്ക് നമ്മൾ ഒറോട്ടിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി നേരത്തെ ഉണ്ടാക്കിനി,
അപ്പോൾ ഒറോട്ടി അമ്മ അരച്ച് വെക്കുന്നുണ്ട്, അത് ചേച്ചി പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെ എടുക്കുന്നതെന്നെല്ലാം പുതിയ വീഡിയോയിൽ നിങ്ങൾ കാണും. ഇത് നമ്മൾ പണ്ടത്തെ ഒറോട്ടി സാധാരണ ഒരു വീട്ടിൽ കൈ കൊണ്ട് പരത്തി തീയിലിട്ടിട്ട് ചട്ടിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒറോട്ടിയാണ്. ഇപ്പം മെഷീനിലെല്ലാം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. ചേച്ചിക്ക് അവൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കറിയും ഒറോട്ടിയും എല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എന്ത് അരിയാണെന്നും അടുത്ത വീഡിയോയിൽ കാണും. ബൈ, ടാറ്റാ.